എന്താ ശബ്ദം? വിജയ്, എന്തത്? വിജയാണോ ഇത് എറിഞ്ഞൊടച്ചത്? ഞാനല്ല, ആന്റി. എന്തുപറ്റി മമ്മി? എന്താ മമ്മിക്ക് ഇത്ര ദേഷ്യം? വിജയ്, കാര്യം എന്താന്ന് പറ. നമ്മുടെ കമ്പനിയിൽ പുതിയൊരു CEO വന്നിരിക്കുന്നു. പുതിയ സിഇഒയോ? അതെ, കുറച്ചു സമയം മുമ്പ് ഓഫീസിൽ വെച്ചായിരുന്നു സ്ഥാനാരോഹണം. അതും ആന്റി അറിയാതെ, ആന്റിയുടെ സമ്മതം പോലും ചോദിക്കാതെ. എന്തൊക്കെയാ കേൾക്കുന്നേ? മമ്മി അറിയാതെ എങ്ങനെയാ ഓഫീസിൽ ഒരാളെ നിയമിക്കുന്നേ? അതും സിഇഒ പോലൊരു പൊസിഷനില്. മമ്മി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മി അറിയാതെ ആര് തീരുമാനം എടുക്കാനാ? ഡാഡിയാണോ അതോ സൂര്യോ? പുതിയ സിഇഒയുടെ പേര് മിസിസ് നന്ദിനി സൂര്യ എന്ന. ആന്റിയുടെ മേശപ്പുറത്ത് നെയിം ബോർഡ് വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് മമ്മി ഇങ്ങോട്ട് പോന്നോ? കൊല്ലായിരുന്നില്ലേ മമ്മിക്ക് അവളെ? ഓഫീസിലെ വലിയ കോലാഹലമായിരുന്നു. എല്ലാ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ചാ ആന്റി എതിർത്ത് സൂര്യ സംസാരിച്ചതും നന്ദിനിക്ക് പുതിയ ചുമതല ഏൽപ്പിച്ചതും. അവളെ പോലും ഒരുത്തിയെ, നേരെ ചൊവ്വേ സ്വന്തം പേര് പോലും എഴുതാൻ കഴിയാത്ത ഒരുത്തിയെ കമ്പനി സിഇഒ പൊസിഷനിലാക്കിയല്ലേ? ഇതിലും ഭേദം നമ്മളൊക്കെ പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഇനിയിപ്പോ അതേ ഉള്ളൂ മാർഗം. ആന്റിയോട് ഞാനിപ്പോ ഒന്നും ചോദിക്കുന്നില്ല. കൊല്ലാൻ തീരുമാനിച്ചവരെ കൈ കിട്ടിയില്ലെങ്കിൽ കൈ കിട്ടിയവരെ കൊല്ലും. അവൻ പകരം വീട്ടെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഈ വഴിക്കായിരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, അളിയൻ ചിന്തിക്കുന്നതൊന്നും നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അളിയൻ സൂത്രശാലിയാ. ഇനി നന്ദിനി പറയുന്നത് കേട്ട് കഴിയാനേ എല്ലാവർക്കും പറ്റൂ. അത് ഓഫീസിലായാലും ശരി, ഇവിടെ വീട്ടിലായാലും ശരി. നന്ദിനി, ദേ ആ ബോർഡ് കണ്ടില്ലേ? മിസ്സിസ് നന്ദിനി സൂര്യ, CEO. ഇന്ന് മുതൽ പത്മ ഇൻഡസ്ട്രീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ താന. ഇതൊന്നും വേണ്ട സർ. ഞാൻ കാരണം ഇവിടെ ഒരു ബഹളം ഉണ്ടാവരുത്. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം സർ. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനോ? എടോ, തന്നെ ഞാനൊരു സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ താൻ ആ സ്ഥാനം ഏറ്റെടുക്കണ്ടേ? സോ പ്ലീസ് സിറ്റ് ഡൗൺ ദെയർ. ദാറ്റ്സ് യുവർ ചെയർ. സർ, നന്ദിനി അവിടെ പോയിരിക്കുന്നുണ്ടോ? വേണ്ട സർ, എന്നെ കൊണ്ട് പറ്റില്ല. നന്ദിനി, തന്നോട് പറയുന്നത് ഞാനാ. താനത് അനുസരിച്ചേ പറ്റൂ. ചെല്ലിയല്ലേ, പോയിട്ട് ആ ചെയറിൽ സിഇഒയുടെ ഒരു ഗൗരവത്തോടു കൂടിയിരിക്കെ പോ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് തന്നെ സീറ്റ് കൊണ്ടിരുത്താം. ഞാൻ എഴുന്നേറ്റോളാം, കുഴപ്പമില്ല. അയ്യോ വേണ്ട സർ, ഞാൻ ഇരുന്നോളാം. ഞാൻ എഴുന്നേൽക്കരുതെന്നാണ് തന്റെ താല്പര്യമെങ്കിൽ താൻ അവിടെ പോയിരിക്കും.